ഇന്ന് ഇടിച്ചക്ക കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. എൻ്റെ കയ്യിലുള്ള ഈ ഇടിച്ചക്ക ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിറം. നമ്മൾ ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പച്ച നിറത്തിൽ തന്നെ ഇരിക്കും. ഇതിന്റെ കഷ്ണങ്ങൾക്കും ഒരു ഇളം ബ്രൗൺ നിറമാണുള്ളത്. ഇടിച്ചക്ക പകുതിയാക്കി മുറിച്ചതിന് ശേഷം ഇതുപോലെ റൗണ്ട് ആയിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം അതിന്റെ മുള്ള് കളയാനായിട്ട് കത്തി ചേർത്ത് പിടിച്ച് ഇതുപോലെ തൊലി ചെത്തി കളയാം. ഇനി ഇത് നെടുകയൊന്ന് മുറിച്ചതിന് ശേഷം ഇതിന്റെ കൂഞ്ഞ് അഥവാ മൂക്ക് എന്നൊക്കെ പറയും, അത് ഒന്ന് ചെത്തിക്കളയാം. മുഴുവൻ ചെത്തിക്കളയേണ്ട കാര്യമില്ല. ഇനി ഇത് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കൊത്തി കൊത്തി അരിഞ്ഞും ഉപയോഗിക്കാം. ഇനി വെള്ളം ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. തണുത്ത വെള്ളവും ഉപയോഗിക്കാം. പകുതിയാണ് ഒഴിക്കുന്നത്. മുഴുവൻ ഒഴിക്കുകയാണെങ്കിൽ ഒരു വിസിലോട് കൂടി നിർത്താം. ഇടിച്ചക്കയുടെ വേവിനനുസരിച്ച് വിസിൽ കൂട്ടിയും കുറച്ചും വെക്കാം. വെള്ളത്തിൽ ഉപ്പ് രസം ഒന്ന് മുന്തി നിൽക്കുന്ന രീതിയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടയ്ക്കുക. ഇത് ഞാനൊരു 5 വിസിൽ വരെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളം നല്ലപോലെ ഊറ്റിക്കളയാം. ഇനി ഈ വെന്ത ഇടിച്ചക്ക ഇതുപോലെ ഇടികല്ലിലോ അല്ലെങ്കിൽ അമ്മിയിലോ ഇട്ട് ചതച്ചെടുക്കാം. ചീളുചീളായിട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെയാണ് നല്ലത്. ഞാനിവിടെ മിക്സിയിലൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാം കൂടി ചതച്ചെടുക്കുക. ഇനി 1 കപ്പ് നാളികേരം ചിരകിയത്, ഒരു 3-4 ചെറിയുള്ളി, 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇവിടെ ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞപ്പൊടി എല്ലാം കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇത് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇടിച്ചക്ക പറിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി വെളുത്ത നിറം ഉണ്ടാവും. അപ്പൊ അതിന്റെ കൂടെ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാവുന്നതാണ്. എന്നിട്ട് വെള്ളം ഊറ്റിയെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ അരപ്പിലാണ് മഞ്ഞപ്പൊടി ചേർത്തിരിക്കുന്നത്. ഇനി ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ ഒരു ഇടിച്ചക്ക മുഴുവൻ എടുത്തിട്ടില്ല. കുറച്ചെടുത്ത് മെഴുക്ക് പുരട്ടി കൂടി ഉണ്ടാക്കാന്ന് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മൂത്താൽ ഇതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ചതും 4-5 മോരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. മോരുമുളക് വളരെ ടേസ്റ്റാണ് ഇങ്ങനെയുള്ള മെഴുക്ക് പുരട്ടികൾക്കും തോരലിലും ഒക്കെ ഉപയോഗിക്കുന്നത്. മുളക് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇടിച്ചക്ക വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം പിന്നെ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് അരപ്പ് കൂടി ചേർത്തൊന്ന് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അരപ്പ് കഴുകിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. തോരൻ നല്ലപോലെ നുലർന്നു കഴിഞ്ഞാൽ വാങ്ങാവുന്നതാണ്. ഇനി പ്ലേറ്റിലേക്ക് വിളമ്പാം. നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഞാൻ മെഴുക്ക് പുരട്ടി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.